എവ്രിവൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. പിനാങ്ങിലെ ലിറ്റിൽ ഇന്ത്യയിലാണിപ്പോൾ. ഈ വീഡിയോ ശരിക്കും ഞാൻ ഒരാഴ്ച മുമ്പ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പോഴാണ് വോയിസ് ഓവർ കൊടുത്തിടാൻ പറ്റിയത്. അതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. വീഡിയോയുടെ അവസാനം ഞാനത് പറയാം. അപ്പം നമുക്ക് ലിറ്റിൽ ഇന്ത്യയുടെ ബാക്കിയുള്ള കഥകളിലേക്ക് പോകാം. പിനാങ് ലിറ്റിൽ ഇന്ത്യ ജോർജ് ടൗണിലെ സജീവമായിട്ടൊരു ഏരിയയാണ്. ഇന്ത്യക്കാരുടെ സാന്നിധ്യം നിറഞ്ഞ ഈ സ്ഥലം പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മണവും രുചിയും നിറവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്. 1786 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിനാങ്ങിനെ അധീനതയിലെടുക്കുമ്പോൾ കമ്പനി ജോലിക്കും കച്ചവടത്തിനും തോട്ടം തൊഴിലാളികളായിട്ടുമൊക്കെ ഒരുപാട് ഇന്ത്യക്കാരെ ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഇന്ത്യൻ കുടിയേറ്റം പിനാങ്ങിലേക്ക് നടന്നത്. പിന്നെ കൂടുതൽ ഇന്ത്യക്കാർ ഇങ്ങോട്ട് വരികയും ഒരു മിക്സഡ് പോപ്പുലേഷൻ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2.2 മില്യൺ ഇന്ത്യക്കാർ ഇവിടെയുണ്ട്. ഇത് ഏകദേശം മലേഷ്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 7% വരുന്നു. 320 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ലിറ്റിൽ ഇന്ത്യയിൽ 100ഓളം കടകളാണ് ഉള്ളത്. അതിൽ ഇന്ത്യൻ ട്രഡീഷണൽ ടെക്സ്റ്റൈൽസ്, ഇന്ത്യൻ ഫുഡ് ഷോപ്സുകൾ, ഇന്ത്യൻ ഗ്രോസറി ഷോപ്പുകൾ, പൂജാ വിഗ്രഹങ്ങൾ, പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട്. ഈ റെസ്റ്റോറൻറ്റുകളിൽ കൂടുതലും നമ്മുടെ മസാല ദോശ, ഇഡ്ഡലി, സാമ്പാർ, പലതരത്തിലുള്ള ചട്നി, ബിരിയാണി, അങ്ങനത്തെ സൗത്ത് ഇന്ത്യൻ ഡിഷസാണ് കൂടുതലും വിൽക്കുന്നത്. പിന്നെ പഞ്ചാബി, സിഖ് പോപ്പുലേഷൻ നല്ലതുപോലെ ഉള്ളതുകൊണ്ട് പഞ്ചാബി റെസ്റ്റോറൻറ്റ്സുകളും ഇഷ്ടംപോലെ ഉണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഈ പൊരിവേലത്ത് നടന്ന് മടുത്ത് ഞാൻ ലിറ്റിൽ ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഒരു പഴയ ചൈനീസ് ടെമ്പിളിനകത്ത് കയറിയിരിക്കുക. ബുദ്ധന് ബോധോദയം വന്ന പോലെ എനിക്ക് വല്ല ബോധോദയം വന്നാലോ എന്നാണ് പ്രതീക്ഷ. ഈ മരത്തിൻ്റെ മൂട്ടിലിരിക്കുമ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവുണ്ടാകുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എൻ്റെ കണ്ണിനകത്തിൽ എന്തോ ഒരു വേദനയുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കണ്ണിത്തീനമാണ് മക്കളെ, ഓടിക്കോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെയും ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മനസ്സിലായതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി എപ്പോഴാണ് അടുത്ത വീഡിയോ ഇടാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുവരേക്കും ബൈ.